മഴക്കാലത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ നന്നായിട്ട് അറിയുന്നതാണ്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും പനി, ജലദോഷം അല്ലെങ്കിൽ തുമ്മൽ, കഫക്കെട്ട് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ കൂടുതലായിട്ട് കേരളത്തിൽ കൊറോണയുടെ ഒരു പ്രശ്നം കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മഴക്കാലത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ ഈ കൊറോണയുടെ കണ്ടീഷനിലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. ഹായ്, ഞാൻ ഡോക്ടർ നസ്ല, CMO നാസ് ക്ലിനിക്, മുക്കം, കോഴിക്കോട്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, എല്ലാ മഴ വരുന്ന സമയത്തും നമുക്ക് എപ്പോഴും പനി വരുന്നതും ജലദോഷം വരുന്നൊരു കണ്ടീഷൻ ഉണ്ടാവും. അപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ ആദ്യം മുതലേ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, നമ്മുടെ പാരൻസ് ആണെങ്കിലും ഗ്രാൻഡ് പാരൻസ് ആണെങ്കിലും മഴയുള്ള സമയത്ത് ചൂടുവെള്ളം കുടിക്കണം, കൂടുതൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ, പുറത്തധിക നേരം വെള്ളത്തിലൊന്നും കളിക്കരുതെന്നൊക്കെ ഉള്ളത്. കുട്ടികളെ നോക്കുകയാണെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോകുന്ന വെള്ളം മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്കൂളിൽ കൊടുത്തയക്കുന്ന വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടും തിളപ്പിച്ചാറിയ വെള്ളം കൊടുത്തയക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവർ ആ വെള്ളം കുടിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. പല കുട്ടികളിലും പ്രോപ്പറായിട്ട് നമ്മൾക്ക് കൂടുതൽ തണുപ്പ് കാലഘട്ടം ആയതുകൊണ്ട് അവർക്ക് ദാഹം ഫീൽ ചെയ്യില്ല. അപ്പം വെള്ളം കുടിക്കാത്ത കാരണം ബോഡി ഡീഹൈഡ്രേഷൻ ഉണ്ടാകും. അത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമുക്ക് ഇമ്മ്യൂണിറ്റി പ്രോപ്പർ ആവണമെങ്കിൽ, രോഗപ്രതിരോധ ശേഷി നടക്കണമെങ്കിൽ തന്നെ പ്രോപ്പറായിട്ടുള്ള വാട്ടർ ഇൻടേക്ക് വേണം. വാട്ടർ ഇൻടേക്ക് പ്രോപ്പർ അല്ലാത്ത കാരണം തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടായേക്കാം, പനി വന്നു കഴിഞ്ഞാൽ മാറാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഡെയിലി എന്തെങ്കിലും സാലഡ്സ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മുതിർന്നവരാണെങ്കിലും അത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതുപോലെ പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ, ഈ മഴക്കാലത്ത് കളിക്കുന്നതൊക്കെ ആണെങ്കിലും തിരിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് പ്രോപ്പറായിട്ട് സോപ്പിട്ട് വാഷ് ചെയ്തിട്ടൊക്കെ വീട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൊതുക് വളരുന്നുണ്ടാകും, കൊതുക് കടിക്കുന്നുണ്ടോ എന്നുള്ളത്, അതിങ്ങനെ ഒരു ചാൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ നെറ്റ് യൂസ് ചെയ്തിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഡെങ്കു പോലെയുള്ള പ്രശ്നങ്ങൾ, മലേറിയ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് പനി വന്നു കഴിഞ്ഞാൽ അത് സ്പ്രെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും പ്രിവെൻറ്റീവ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് എടുക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പോലും മെഡിക്കേഷൻ കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ്, കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് ഒരു പകർച്ചബാധ വന്നതുകൊണ്ട് ബാക്കിയുള്ള കുട്ടികൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള പ്രിവെൻറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ കുട്ടികൾക്ക് നിർബന്ധമായിട്ട് പ്രിവെൻറ്റീവ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് കൊടുക്കണം. കാരണം അത് അവർ ഇമ്മ്യൂണിറ്റി കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്യുക. നമ്മൾക്ക് പറയാൻ പറ്റില്ല നമ്മുടെ കുട്ടികളുടെ കൂടെ ഇരിക്കുന്ന ആളുകൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, അവരെത്രത്തോളം എക്സ്പോസ്ഡ് ആണെന്നുള്ളത് അറിയില്ല. അപ്പം നമുക്ക് മാക്സിമം നമ്മുടെ കുട്ടികൾ എക്സ്പോസ്ഡ് ആവുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പാരൻസ് ആണെങ്കിലും ചെയ്യേണ്ടത്, നിങ്ങൾ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ പോലും പ്രോപ്പറായിട്ട് സാനിറ്റൈസ് ചെയ്തിട്ടൊക്കെ വീട്ടിൽ കയറുക. കുട്ടികളെ നേരിട്ട് പോയി തൊടുന്നത് ഒഴിവാക്കുക. കുട്ടികളാണെങ്കിലും പ്രോപ്പറായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വീട്ടിൽ കയറ്റുക എന്നുള്ളത്. അതുപോലെ തന്നെ ഓരോ യൂട്ടൻസിൽസ്, അവരുടെ ഓരോ കളിപ്പാട്ടങ്ങളാണെങ്കിലും പ്രോപ്പറായിട്ട് സാനിറ്റൈസ് ചെയ്ത് വെക്കുക. ചെളിയിലൊക്കെ ഇട്ടിട്ടുള്ളത് അതൊന്ന് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ ചെയ്യേണ്ട ഒരു കാര്യം, ഫാന്, അതുപോലെ നമ്മുടെ ജനൽ എല്ലാം പ്രോപ്പറായിട്ട് തുടയ്ക്കാനും അത് ക്ലീൻ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ മണ്ണിൽ നിന്ന് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികൾക്ക് വിരശല്യം ഉണ്ടാവുക എന്നുള്ളത്, മണ്ണിലൊക്കെ കളിച്ച് വരുന്ന സമയത്ത്. അപ്പോൾ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും പലപ്പോഴും വിരശല്യത്തിനുള്ള മെഡിക്കേഷൻ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതല്ല എങ്കിൽ അവർക്ക് വയറിളക്കം പോലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അവർ കുടിക്കുന്ന വെള്ളം പ്രോപ്പർ അല്ല എങ്കിൽ വയറിളക്കം പോലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഫുഡിൽ നിന്ന് കണ്ടാമിനേഷൻസ് ഉണ്ടായാലും ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ ചെയ്യേണ്ട കാര്യം, കുട്ടികൾ കൂടുതലായിട്ട് സാലഡ്സ് കൊടുക്കാൻ നോക്കാം. അത് ഇമ്മ്യൂണിറ്റി കൂട്ടിക്കൊണ്ട് വരും. അതുപോലെ ഹെൽത്തി ഫാറ്റും പ്രോട്ടീനും കൊടുക്കണം. ചിക്കൻ കൊടുക്കുന്നത്, ചെറിയ മീനുകൾ ഒരുപാട് കൊടുക്കുക, മുട്ട കൊടുക്കുന്നത്, ഇതൊക്കെ അവരുടെ ഹെൽത്ത് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. പിന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കൊറോണ കാലഘട്ടമാണ്. ഇപ്പോൾ കൂടുതൽ ആളുകളായിട്ട് സമ്പർക്കങ്ങളുള്ളത് മാക്സിമം അവോയ്ഡ് ചെയ്യണതാണ് നല്ലത്. നമ്മളിനി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണെങ്കിൽ മാസ്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കൽ വന്നിരിക്കുന്ന അത്രയും സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾക്ക് ഫാമിലിയിലുള്ള എല്ലാവരെയും നമ്മൾ അതിനനുസരിച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള അവയർനെസ് കൊടുക്കുകയാണ് വേണ്ടത്. അതുപോലെ പ്രായമായിട്ടുള്ള ആളുകളിലാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എക്സ്പോഷർ ഇല്ലാതിരിക്കുക, കൂടുതൽ പുറത്ത് കൂടുതലായിട്ടും എക്സ്പോഷർ ഉള്ളൊരു കണ്ടീഷൻ ഒഴിവാക്കുകയൊക്കെ ചെയ്യണതാണ് നല്ലത്. കാരണം പ്രായമാവുന്നതിനനുസരിച്ച് അവരുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞുകൊണ്ട് വരും. അവർക്ക് അത്ര എക്സ്പോഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ഇമ്മ്യൂണിറ്റി കുറയാനും, എന്തെങ്കിലും ഹാർട്ട് റിലേറ്റഡ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഡയബറ്റീസ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ BP ഒക്കെ ഉള്ള ആളുകൾക്കാണ് കൊറോണ വന്ന കാരണം കൂടുതൽ മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പം അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ആളുകളെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യുകയും കൂടെ വേണം. അതല്ല കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ആളാണ്, 2-3 കൊറോണ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, അവർക്കുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും.
അപ്പോൾ അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് മെഡിക്കേഷൻസ് അല്ലെങ്കിൽ വാക്സിനേഷൻസ് അല്ലെങ്കിൽ മെഡിസിൻസ് വേണ്ട ആളുകൾക്ക് പ്രോപ്പറായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം. അതുപോലെ അവരെ ഹെൽത്തി ഹാബിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കൂടുതലായിട്ട് ജങ്ക് ഫുഡ് കഴിക്കുന്നത്, മഴക്കാലത്ത് കൂടുതൽ വിശപ്പുണ്ടാകും, കൂടുതൽ പൊരിച്ച കടികൾ, എണ്ണക്കടികൾ കഴിക്കുന്നതൊക്കെ ആണെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ എല്ലാവരും പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. കാരണം അതും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രം ശ്രദ്ധിക്കുക. അതുപോലെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഭക്ഷണത്തിൽ കുറച്ചുകൂടി ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കഴിക്കാൻ വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഉള്ളത് ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ചില ആളുകൾ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് അതിൻ്റെ ആവശ്യമില്ല, ഇതല്ലാതെ ബോഡിക്ക് മെക്കാനിസം നടക്കുന്നൊക്കെയുള്ളത്. പക്ഷെ നമ്മളെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഈ ഒരു ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മൾ എന്തിനാണ് വെറുതെ ഒഴിവാക്കുന്നത്? അത് നമ്മൾ കറിയിലിട്ടിട്ടാണെങ്കിലും ഇനി തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതാണെങ്കിലും ആഡ് ചെയ്തിട്ട് കഴിക്കുക. അതിൽ നിന്ന് കിട്ടുന്ന അത്രയും ആൻറ്റി ഓക്സിഡൻസോ വൈറ്റമിൻസോ നമ്മുടെ ബോഡിയിൽ എത്തട്ടെ. അത്രയെങ്കിലും നമുക്കൊരു രോഗപ്രതിരോധ ശേഷി കൂടുമല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ ഫുഡിൽ കിട്ടുന്നത് കഴിഞ്ഞിട്ട് മാത്രം മെഡിസിനിൽ ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്ക് ഒന്ന് മാറ്റം വരുത്തി കൊണ്ടുവന്നിട്ട് ഒരു ഹെൽത്തി ഹാബിറ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്കൊരു ആരോഗ്യം ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് ഷുഗറോ അല്ലെങ്കിൽ BP ഒക്കെ വന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതിനേക്കാളും നല്ലത് നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്നതല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ മാക്സിമം, അതുപോലെ തന്നെ നമ്മുടെ പ്രായമായിട്ടുള്ള നമ്മുടെ പാരൻസിനെയും കൂടെ മാക്സിമം കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.